90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ഹൃദയതന്ത്രികളിൽ രാഗമധുരം വീട്ടിയ കൊച്ചു പാട്ടുകാരുടെ സുവർണ രാഗസന്ധ്യയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. സംഗീത വിരുന്നിന് മിഴിവേകിയ കൊച്ചു പാട്ടുകാരി തിരുവനന്തപുരത്തിന്റെ സ്വന്തം ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. മല്ലികപ്പൂ തൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ അന്തിനില പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് കുറുകുഴ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ. ഹലോ ഹലോ, ഇന്ന് ഭയങ്കര സുന്ദരിയാണല്ലോ, നല്ല ഉടുപ്പാണല്ലോ. താങ്ക് യു ശ്രീനന്ദകുട്ടി, സർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം സർ. സുഖായിരിക്കുന്നു. ഇപ്പൊ ആരാ, അച്ഛനാണോ അമ്മയാണോ കൂടെ? അച്ഛൻ. അച്ഛനാണോ? അപ്പൊ അമ്മ ഇടയ്ക്ക് വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ആ, ഞാനുണ്ടായിരുന്നില്ലല്ലോ. ആ, ഇന്ന് മധുക്കളില്ലായിരുന്നു. അമ്മ വന്നു, അമ്മയും അനിയത്തിയും കൂടെ വന്നു. അനിയത്തിയുടെ പേരെന്താ? ശ്രീബാല. ശ്രീബാല. രണ്ടുപേരുടെ നല്ല പേരുകളാണല്ലോ. എന്താ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോണേ? ഇന്ന് ഓലത്തുമ്പത്തിരുന്നു അയാലാടും. പപ്പയുടെ സ്വന്തം അപ്പൂസ് അല്ലേ? ഓക്കെ. ആരാ മ്യൂസിക്? മ്യൂസിക് ഇളയരാജ സർ. ലിറിക്സ് ബിജു തിരുമല സർ. ആ, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓലത്തുമ്പത്തിരുന്നു
നക്ഷത്രലക്ഷമായാൽ അച്ഛനേക്കാൾ നീ മിടുക്കനായാൽ നാളത്തെ നാടിന്റെ നാവുമേ മാനത്തോടമ്മയിൻ അമ്മയായി ഏതു ദേശമാകിലും ഏതു ദേശമേകിലും അമ്മതനം നിന്നെ പാലിന്റെ മാധുര്യം കാത്തിടേണമേ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്നതീപിക്കുമ്പം പാടടി വെള്ളം കോരി കുളിപ്പിച്ച കിന്നരി ചുമനിച്ചയ്യാ എന്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ണീറരുതേ പിള്ളദോഷം കളയാ മുഴുപുല്ലോൻ കുടമേ ഹൊയ് ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലകാലനെ എന്നതീപിക്കുമ്പം പാടടി മമ്മൂക്ക പൊളിച്ചു. പക്ഷെ എനിക്കൊരു ചെറിയൊരു സംശയം, ഈ സ്റ്റെപ്പ് ഇടുന്നതിന്റെ ഇടയിൽ കൂടി തോന്നിയൊരു സംശയം. എനിക്ക് എല്ലാവർക്കും തോന്നി. ആ. ഈ മമ്മൂക്ക ഇവിടെ വേറെ വല്ല വേഷത്തിൽ വന്നിട്ടുണ്ടോ? അപ്പൊ സത്യം പറ, സാന്റാക്ലോസ് ആയിട്ട് വന്നത് നിങ്ങളാണോ? ഒരിക്കലും അല്ല, ഞാനല്ല. എനിക്ക് എവിടേക്കോ ഒരു സാമ്യം തോന്നിയതുകൊണ്ടാണ്. അത് ഈ ഫ്ലോറിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്ന എല്ലാം സാന്റ എപ്പോഴും വന്ന് പോകുന്നോണ്ടാ അതങ്ങ് മനസ്സിൽ അടിച്ചു കയറിയിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ. സുശാന്തെ, വെറുതെ ജിങ്കിൾ ബില്ലൊന്ന് വാച്ചിയുടെ കൂടി 2 സ്റ്റെപ്പ് ഇടിച്ചേ. അയാള് സ്റ്റെപ്പ് പോയിട്ട് ശരി 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 ആള് മാറിയിട്ടില്ല. സോറി എനിക്ക് മാള് മാറിപ്പോയതാണ്. എനിക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റും. ശരി, അപ്പൊ എന്തായാലും നന്നായിരുന്നു. മമ്മൂക്കയായിട്ട് അഭിനയിച്ചത് പൊളിച്ചു. അടിപൊളി. താങ്ക് യു ശ്രീനന്ദ, സർ. നല്ല സെലക്ഷൻ. രാജാ സാറിന്റെ നല്ലൊരു പാട്ട് മോള് പാടി, നന്നായിട്ട് പാടി. താങ്ക് യു പവർഫുൾ വോയിസ്, അത് നല്ല ശക്തമായിട്ടുള്ള വോയിസ് ആണ്. ഇതിപ്പം ജാനകിയമ്മയുടെ വെർഷനാണ് പാടിയതല്ലേ? ആ, അതാണ് ഞാൻ ഇന്ന് നോക്കിയപ്പോഴ് ഉള്ളോർക്കുടമേ ഹോയ് എന്നുള്ളത് ദാസേട്ടൻ പാടിയ വേറെ സ്റ്റൈലാണ്. മേ ഹോയ് അത്രേ ഉള്ളൂ ദാസേട്ടൻ്റെ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ സംഗതികളാണേലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ശ്രുതി, അക്ഷരം നക്ഷത്ര മാലയാക്കാൻ അവിടെ കുറച്ച് ശ്രുതി പോയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് സംഗതികളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ പെർഫെക്ഷൻ വരാം. ബാക്കി ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ പോയിന്റ് മോള് തുറന്ന് പാടുന്നുണ്ട്. അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വെച്ചുകൊണ്ട് അതിൽ ചവിട്ടി അങ്ങോട്ട് കയറുക. ഈ സംഗതികളും ശ്രുതിയൊക്കെ പിന്നെ അങ്ങ് നന്നാക്കാം. അതുപോലെ ഫ്രാൻസിസ് അസലായിട്ട് വായിച്ചിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് വായിച്ചു. എല്ലാം കൊണ്ടും കൊള്ളാം, കാണാനും വളരെ കളർഫുൾ ആയിരുന്നു. ശ്രീനന്ദ മോൾ, സർ. മോള് ഇത്രയും നാൾ ഇവിടെ വന്ന് പാടിയതിൽ അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇന്നാണ്. താങ്ക് യു സർ. എസ്പെഷ്യലി കഴിഞ്ഞ പെർഫോമൻസും അതിന് മുമ്പത്തെ പെർഫോമൻസിലൊക്കെ മോള് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അമ്മ വരാത്തതിൻ്റെ, അമ്മേനെ കാണാത്തതിൻ്റെ, അമ്മേനെ കണ്ടതിൻ്റെ വ്യത്യാസം ഇന്ന് ശരിക്കും അറിഞ്ഞു. അപ്പോൾ ഈ കയ്യടി ആക്ച്വലി പോകുന്നത് അമ്മയ്ക്കാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് ശ്രീനന്ദക്കുട്ടിയെ ഇതേപോലെ ഒന്ന് താലോലിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകണം, ഇല്ലേ? അതിൻ്റെ വ്യത്യാസം കണ്ടു. അപ്പോൾ മോള് പാടിയതിൽ ഞാൻ അധികം ഡീറ്റെയിൽസിലൊന്നും കിടക്കുന്നില്ല. ആ പാട്ട് എന്ത് ഫീല് തരണം, ആ ഫീല് മോള് 100% ഫീൽ വൈസ് തന്നു. പിന്നെ ചെറിയ ചെറിയ കുണുക്കുകൾ അവിടെ ഇവിടെയൊക്കെ അത് മോൾക്ക് അറിയാവുന്നതാണ്. അപ്പം എന്തായാലും മോള് പാടിയപ്പം ജാനകി അമ്മ കൊടുത്ത ടച്ചസ്, അത് കൂടുതലും ജനകീയമായിട്ടുള്ളത് ദാസക്കളാണെങ്കിൽ കൂടെ മറ്റേ ടച്ചസൊക്കെ മോൾ അതിലേക്ക് ഇറങ്ങി അത് പഠിച്ച് അത് കറക്റ്റായിട്ട് ഇവിടെ ചെയ്തല്ലോ. അതിന് വളരെ വലിയ അപ്രിസിയേഷൻ മോൾക്ക് തരുന്നു. ഇപ്പം മോള് റൈറ്റ് ഓൺ ട്രാക്കാണ്, ഒരു പ്രശ്നവുമില്ല. ഇനി തുടങ്ങിയെടുത്തുന്ന എവിടെയാണ് ആ വിട്ടുപോയ ഗ്യാപ്പ് നികത്തി. ഇനി മോളങ്ങ് പറക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്കും തോന്നി ഇന്ന് ഇതുവരെ വന്നതിൽ നല്ലൊരു പെർഫോമൻസ് ആണ് മോളിന്ന് ഇവിടെ കാഴ്ചവെച്ചത്. ദിവസവും നമ്മൾ എപ്പോൾ വന്നാലും മോളെപ്പോൾ പാടിയാലും നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ മോള് ശ്രമിക്കണം. അതിനുള്ള കാര്യമായിട്ടുള്ള ശ്രമം മോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം.
നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഇന്ന് പാടിയ പോലെ തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് പോവുക. കൊടുക്കേണ്ട ഫീലൊക്കെ നന്നായിട്ട് കൊടുത്തിരുന്നു. പാട്ടിന് വേണ്ട രീതിയിലുള്ള ജാനകി അമ്മ കൊടുത്ത പോലെ തന്നെ. അപ്പോൾ ഒന്നും കൂടി മോള് ശ്രമിച്ചാൽ നല്ലൊരു സിംഗറാണ്, ഉള്ളിലുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പേരെടുത്ത ഗായികയായി തീരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ദീപക് അങ്കിൾ പറഞ്ഞത് തന്നെ പോലെ എനിക്ക് മോളുടെ കോൺഫിഡൻസ് ലെവലും മോള് വളരെ സ്വീറ്റായിട്ട് പ്രസന്റ് ചെയ്യുന്നു ഓരോ പാട്ടും. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഇമ്പ്രൂവ്മെന്റ് ആണോ? അമ്മ പോയോ? തിരിച്ചു പോയോ? അമ്മ പോയി. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻസ് എങ്ങനെയായിരുന്നു? കേക്കൊക്കെ അന്ന് കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചുവല്ലേ? ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആയല്ലേ? അപ്പൊ ഇനി എപ്പോഴും ഇനി വരുന്ന പെർഫോമൻസസ് ഇതേ കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് കാഴ്ചവെക്കണം കേട്ടോ. പല സ്ഥലങ്ങള് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എക്സ്പ്രഷൻസ്, സംഗതികളൊക്കെ. ജാനകിയമ്മ പിന്നെ പറയണ്ട, പക്ഷെ ജാനകിയമ്മന്റെ ഒരു സ്പിരിറ്റ് നമ്മൾ കണ്ടു മോളില്. അപ്പോ ഇനിയും ഇങ്ങനെ പെർഫോം ചെയ്യണം. ഇത് രാജാ സാറിന്റെ പാട്ടല്ലേ, അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ രാജാ സാർ ഈ റൂട്ടിൽ തന്നെ തമിഴിൽ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പച്ചമല പൂവ് നീ ഉച്ചമലത്തേന് കുത്തങ്കുരയേത് നീ നന്ദവനത്തേര് അഴകേ പൊന്നമണി സിരിച്ചാ വെള്ളിമണി കിളിയെ കണ്ണുരങ്ക് ദൂരെ ദൂരെ പച്ചമല പൂവ്. ഇങ്ങനെ ആ പാട്ടുണ്ട്. പക്ഷെ ഈ 6/8 കൂണ്ടുകൊള്ള എന്ന വെച്ച് കൂടി നിന്ന് ഊര വെച്ച് കൂണ്ടുകൊള്ള പോനതെന്ന കോലക്കുയിലെ അടി മാനേ മാനേ ഒന്നത്താനേ എന്നിനാളും നാടോത്ത വെച്ചേനേ കൂണ്ടുകൊള്ള എന്ന വെച്ച് കൂടി നിന്ന് ഊര വെച്ച് കൂണ്ടുകൊള്ള പോനതെന്ന കോലക്കുയിലെ. ഇങ്ങനെ ഈ സ്കെയിലിൽ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ഓരോ പാട്ടും ഓരോ സ്റ്റൈലില് ഓരോ ബ്യൂട്ടിയാണ്. അങ്ങനെ തന്നെ നമ്മുടെ മോളും ഒരു ബ്യൂട്ടിയാണ്. പാട്ടില് ഒരു തനിമയുണ്ട്. അത് ഇനി പുതുമയോട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ കാഴ്ചവെക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മീനുട്ടി എന്താണ് ഗ്രേഡ്? കറക്റ്റ്. അപ്പൊ ദീപു ശ്രീനന്ദ, മോളുടെ പാട്ട് അതിമനോഹരമായ പാട്ട്, ഓൾമോസ്റ്റ് ജാക്ക് പോട്ട് അടിച്ചേനെ. അവസാനം വെറുതെ ഒരു ചെറിയൊരു വിഴുങ്ങലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും. അത് കാരണം മാത്രം മീനൂട്ടി പറഞ്ഞതുപോലെ അല്ല, എക്സ്ട്രീം. മീനൂട്ടി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഭയങ്കര എന്താ ആക്യുറേറ്റ് ആണ് മീനൂട്ടി. ഇത്രയും നാള് നിന്നിട്ട് ഇല്ല എനിക്കറിയായിരുന്നു. ഞാൻ പിന്നെ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല കോസ്റ്റ്യൂം കേട്ടോ. ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്, എവിടെ നിന്ന് കിട്ടിയത്? ഷർട്ടും പാവാടയും പൊളിയാണ്. അപ്പൊ ആടിയൊരു നീലപ്പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വേഗം തന്നെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അതാ ഞാൻ അവനെ നോക്കിയപ്പോ അവൻ പോട്ടടാ. മോനെ എന്താണ് ഇവിടെ കളിയാക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ സീസണിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്കും കൂടി ആ ഒരു തമാശയിലും പങ്കിടാൻ. അത് ലക്ഷ്മിയല്ലേ? ദീപങ്ങളല്ലേ പറഞ്ഞോ? ലക്ഷ്മിയല്ല, ലക്ഷ്മി അത് വേറെ ആള്. തേജസിന്റെ ദൃശ്യ അല്ലേ? ദൃശ്യം. സോറി മോനെ. പറഞ്ഞു കൊടുക്കടാ. കഥ ഫുൾ പറയേ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇന്ന് മറന്നു എല്ലാവരുടെയും കൂടെ? 5 6 പഠിക്കുമ്പോണേ. എടാ 6ാം ക്ലാസ് ഇതൊന്നും ഒരു പ്രശ്നമല്ല. മധുവങ്ങളൊക്കെ 3ാം ക്ലാസ്സിലൂടെ തുടങ്ങിയതാ. പിന്നല്ല തെറ്റിപ്പോയി. സോറി കേട്ടോ. ഞാൻ പറയാം. MG ഞങ്ങൾ പറഞ്ഞു. കാരണം അവൻ ഇതുപോലെ ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോഴത്തെ അവന്റെ സ്കൂളില് അവന്റെ അപ്പുറത്തെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ഈ ക്ലാസ് തന്നെയാ. സെയിം ക്ലാസ്. അപ്പുറത്തെ ക്ലാസ് തേജസിന്റെ. അതാ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടിക്ക് ഭയങ്കര ഇവനെ സ്നേഹം. ഇവൻ അങ്ങോട്ടില്ല. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ എല്ലാരും ഇവനെ SMS ചെയ്യാൻ തുടങ്ങി. അങ്ങനില്ല. പിന്നെ അവര് വളരെ ക്ലോസ് ആയി. ശരി, അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. ഇനി ഞാൻ അറിഞ്ഞല്ലോ. ശരി. ഓക്കെ ശ്രീനന്ദ കുട്ടി, ഒന്നും മനസ്സിലാവില്ല അല്ലേ? ബൈ ബൈ.
90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. സ്വരമധുര വിരുന്നിലെ മധുരനാദം നമ്മുടെ സ്വന്തം ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. ശ്രീനന്ദ, നീ പതുക്കെ ചിരിച്ചോണ്ട് വരുന്നല്ലോ. എന്താ നീ അങ്ങനെ പതുക്കെ ചിരിച്ചേ? നിനക്ക് നല്ലോണം ചിരിച്ചെന്താ? ആഹാ, എന്തൊരു ഭംഗി. ഏത് പാട്ടാ? ഓ മൃദുലേ. ആരാ ഇത് മൃദുലേ? അത് അനു മാം. മോനെ വേറെ 3 പേര് മാർക്ക് ഇടുന്നുണ്ടേ. അല്ല, ആരാണ് മൃദുലേന്ന് ചോദിച്ചോണ്ടാണ് അനുമെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല. അപ്പൊ ഇതാരാണ്? മൃദുലൻ. ആ, ഓക്കെ, അപ്പൊ പാടാൻ പോലെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകി വാ, യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാ, മനസ്സും മനസ്സുമായി ചേർന്നിടാം, യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാ, മനസ്സും മനസ്സുമായി ചേർന്നിടാം. എവിടെയാണെങ്കിലും പൊന്നേ നിൻ സ്വരം മധുഗാനമായി എന്നിൽ നിറയും. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകി വാ, യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാ, മനസ്സും മനസ്സുമായി ചേർന്നിടാം. കഥനമാമിരുളിലും പൊന്നേ നിൻ മുഖം നിറദീപമായി എന്നിൽ തെളിയും. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകി വാ, യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാ, മനസ്സും മനസ്സുമായി ചേർന്നിടാം, മനസ്സും മനസ്സുമായി ചേർന്നിടാം, മനസ്സും മനസ്സുമായി ചേർന്നിടാം. ശ്രീനന്ദ്, സർ. മോനിത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ 2 ചെവി കൂടെയും ഈ പാട്ട് ശ്രദ്ധിക്കുകയും എൻ്റെ മനസ്സ് മുഴുവൻ ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു. ഈ പാട്ട് ഞാനാണ് ഇതിൻ്റെ ട്രാക്ക് പാടിയത്. എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ ഈ പാട്ട് എനിക്ക് തന്നെ കിട്ടുമോ. ഓഫ് കോഴ്സ് ദാസേട്ടൻ്റെ ശബ്ദം വന്നപ്പം ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് ഒരു ഗാംഭീര്യം വന്നു, ആ മൃദുലേക്കൊക്കെ ഒരു 100 കിലോ വെയിറ്റ് വന്നു. ഇതൊക്കെ ആണെങ്കിലും ആഗ്രഹിക്കാമല്ലോ നമുക്ക്. ഒരു നല്ലൊരു സമയമായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലറിഷിങ് ടൈമായിരുന്നു.
ഈ സിനിമയിൽ പാടാനുള്ള ആവേശത്തോട് നിൽക്കുന്ന ഒരു സമയം. പിന്നെ ഇതിൻ്റെ പിന്നിലും ഒരുപാട് കഥയുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഒരു സുഹൃത്ത്, പേരൊന്നും പറയുന്നില്ല, ഒരു ഫാമിലി ആയിരുന്നു. വൈഫും ഇദ്ദേഹമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഈ പാട്ട് അവരുടെ ജീവനായിരുന്നു. ഈ പാട്ട് ഇങ്ങനെ കേട്ട് പോകുന്ന വഴി ഒരു കാർ ആക്സിഡൻ്റ് ആയിട്ട് വൈഫ് മരിച്ചു പോവാണ്. ഈ ദുഃഖത്തിൽ ഇദ്ദേഹം എത്രയോ 2 വർഷം ഈ പാട്ട് റെക്കോർഡ് ചെയ്തൊരു കാസറ്റാണ്, ലൂപ്പായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇദ്ദേഹം 2 വർഷത്തിന് ഇദ്ദേഹവും പോയി. പോകുന്ന നേരം കേട്ടോണ്ടിരുന്ന പാട്ട്, പോകുന്ന നേരം വരെ ഈ ലോകത്തെ വിട്ടു പോകുന്നവരെ കേട്ടോണ്ടിരുന്ന ഒരു ഗാനം ഇതാണ്, ഓ മൃദുലേ എന്നുള്ള പാട്ടാണ്. ഒരുപാട് കഥകളുള്ള, ഒരുപാട് സംഭവ കഥകളുള്ള ഒരു പാട്ടാണ്. മോനിന്ന് എനിക്ക് ഒരു തെറ്റും ഒരു സ്ഥലത്തും എനിക്ക് തോന്നിയില്ല. അസലായിട്ട് പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. മോനി പാട്ട് പാടിയപ്പം ശ്രീകുട്ടി ചേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെതും. അതായത് ഈ പാട്ടിൽ ആകെ അങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ വേറെ ചിന്തകളൊന്നും, എല്ലാവരും പാട്ട് കഴിഞ്ഞ് അത്ര അപ്രിഷ്യേറ്റ് ചെയ്ത് എഴുന്നേറ്റ് നിന്നപ്പോഴൊന്നും ഞാൻ ആ ഒരു ബോധത്തിലായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ട്രാൻസിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ തരാൻ പറ്റിയില്ല. അത് പറ്റാതിരുന്നത് മോൻ പാട്ട് നന്നാവാഞ്ഞിട്ടല്ല, മോൻ്റെ പാട്ട് വളരെ നന്നായി കഴിഞ്ഞപ്പം അതുപോലും ഞാൻ മറന്നുപോയി. അതാ പറ്റിയത്. അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആ പാട്ട് അത്രയും പവർഫുൾ ആയിട്ടാണ് മോൻ പാടിയത്. ഈ പാട്ട് ഇവിടെ എൻ്റെ മുമ്പിൽ ഇപ്പം ഇതിൻ്റെ ലിറിക്സ് ഇരിപ്പുണ്ട്. ഇന്ന് ഇവിടെ വന്ന് പാടിയ കുട്ടികളുടെ ലിറിക്സ് 1 പേജും 2 പേജൊക്കെ ഉണ്ടാവും. ഇത് കൂടി വന്ന ഒരു 8 ലൈനോ 10 ലൈൻ എങ്ങാണ്ടേ ഉള്ളൂ. ആ 10 ലൈനിലാണ് ഈ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അതിന് മോന് വലിയ കയ്യടി. മെയിൻലി മോൻ്റെ പാട്ട് ശ്രുതി ശുദ്ധം, സംഗതികളെല്ലാം പെർഫെക്റ്റ്. ഫീൽ, ഈ പാട്ടിന് നമ്പർ 1 നിൽക്കുന്നത് ഫീലാണ്. ആ ഫീല് മോനത് കൊണ്ടുവന്നു. ഈ പ്രായത്തിൽ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ട്രൗസർ ഇട്ടുകൊണ്ട് വന്ന് നമ്മളുടെയൊക്കെ പാൻറ് കയറുന്ന അവസ്ഥയാണ്. സൂപ്പർ, അമേസിംഗ്. താങ്ക് യു സർ. മൃദുലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിമൃദുവായിട്ട് പാടി. മൃദു എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. ശ്രീനന്ദന്റെ വഴി ഒരു തനി വഴിയാണ്, അവനെ ഒരു ഏകനാണ് അല്ലേ ഈ പിക്ചറിനെ പോലെ. അങ്ങനെ ഒരു പുതുമയുണ്ട് മോന് പാടുന്നതിൽ. ആ ഫ്രഷ്നെസ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. ദാസേട്ടന്റെ വോയിസിൽ അത് അവർ പറഞ്ഞില്ലേ, ഒരു 10 ടൺ ആണ് മൃദുലയിൽ അത്ര കിട്ടുമെന്ന്. പക്ഷെ അത് മോന് പാടിയപ്പോഴും അത് ഫലിപ്പിച്ചു. ആ ഫീല് നമുക്ക് കിട്ടി. അത് ആ പാട്ടിന് വേണ്ടതൊക്കെ അതിൽ ഉണ്ടായിരുന്നു. പിന്നെ ശ്രുതിന്റെ പെർഫെക്ഷൻ പറയണ്ട. എനിക്ക് ആദ്യം പാടിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് ഷാർപ്പാക്കാവോ എന്ന്. പക്ഷെ പാടി വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതൊരു പൊടിക്ക് അത് പോട്ടെ, അതൊന്നുമില്ല എന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ മൃദുലയ്ക്ക് ഇങ്ങനെ തന്നെ ഇനിയും 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 പല പാട്ടുകൾ പാടി കേൾപ്പിക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീനന്ദ കുട്ടാ, സർ. സൂപ്പർ ആയിരുന്നു മോനെ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ നല്ല ഫീൽ ചെയ്ത് പാടി. നോട്ട്സ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. കൊടുക്കേണ്ട മോഡുലേഷൻ ഡൈനാമിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് എപ്പോഴും ശ്രീനന്ദ ചിരിച്ചോണ്ടായിരിക്കുള്ളൂ അല്ലേ? ഈ പാട്ടൊന്ന് പാടി കേട്ടെ പല്ലവി. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ, യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാ, മനസ്സും മനസ്സുമായി ചേർന്നിടാ. I love you, ശ്രീനന്ദ്. Thank you. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ പാട്ടും ഓരോ വരിയും ഓരോ അക്ഷരവും ഓമനിച്ചാണ് മോൻ പാടുന്നത്. അതൊന്നും ഉണ്ടായി. വളരെ നന്നായിട്ട് പാടി കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു തെറ്റാണ്. ഇത് എഴുതിയത് സത്യനന്ദിക്കാടാണ്. സത്യനന്ദിക്കാട് സാറാണ്. സത്യൻ ചേട്ടൻ ഒരു വലിയ ഹായ്. ശ്രീനന്ദ്, അപ്പൊ ഏത് ഗ്രേഡായിരിക്കും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിന്ന് കൈയടിച്ചു. തേങ്ങ എടുക്കണ ഞാൻ അങ്ങോട്ട് പറ. കൊടുക്കുന്നത് ഒരു ഗോൾഡൻ ആട്ടി ഒരു സത്യൻ ചേട്ടൻ പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് a golden crown. Thank you sir.
അയ്യോ ഏയ്, അനു ചേച്ചി കത്തി എടുക്കണം ചേച്ചി. ആ പുള്ളിനെ എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ വാ. ഇത് ഇവിടെ വരണം, ഇവിടെ ഇവിടെ നിക്കണം, ഇവിടെ നിക്കണം. അതിനെന്ത്? മൈക്കണം, ഇവിടെ ഇവിടെ നിക്കണം. അല്ല ഇവിടെ 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 നിക്കണം. അങ്ങനെ പോവല്ലേ, ഇങ്ങട് വാ. 2 ഡാൻസ് ഒക്കെ കാണട്ടെ. അതെ, ഒന്ന് കളിക്ക് കാണണ്ടേ. അപ്പൂപ്പാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അച്ഛോ. അതായത് ഇപ്പൊ സപ്പോസ് ആ ഇതിപ്പം സാധാരണ സാന്റക്ലോസുമാരല്ലേ അഭിനയിക്കുന്നത്, ഇത് മമ്മൂട്ടി ഡാൻസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന എങ്ങനെയുണ്ടാവും? ഒരു കാര്യം ഓർക്കണം, ഇത് മമ്മൂട്ടിയാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് ഓർത്ത് ഒന്ന് കളിക്കണം. വിചാരിക്കണം. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എന്ന തേജക്കുമ്പം പാടടി വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചു മരിച്ചയ്യാ ദേ, ഇങ്ങോട്ട് നോക്കിയേ. എന്റെ മാറിപ്പാടും Correct ആയിട്ട് മമ്മൂട്ടിയായിട്ട് കാണിച്ചില്ലെങ്കിൽ ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ. 1 2 3 4. മൈനയ്ക്ക് കളിച്ചോ. ഇതൊന്നും പറ്റുന്നൊന്നുമില്ല. ഇത് വേണം. മനസ്സിലായി. അപ്പൊ അല്ല സോറി. അപ്പൊ എനിക്ക് തെറ്റ് പറ്റിയതാ. ഞാൻ വേറെ ചിലത് ചിന്തിച്ചു. അപ്പൊ അതിപ്പോ എനിക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല, ജിംഗിൾ പറയുന്നത്. അതെ അതെ, സോറി തെറ്റിദ്ധരിച്ചതാ. എന്നാടാ? കേക്കൊന്നുമില്ല. അടിപൊളി. അടുത്ത് അപ്പൊ നമ്മുടെ ശ്രീനന്ദിന് ഗോൾഡൻ ക്രൗൺ ഒക്കെ കിട്ടി. ഇനി നമുക്ക് വോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വേഗം നമ്മുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്റെ ശ്രീനന്ദിന്റെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. പാട്ടിന്റെ നറു തെന്നൽ കുളിരുമായി ഷാർജയിൽ നിന്നെത്തിയ കണ്ണൂരുകാരി നമ്മുടെ മിടുക്കിക്കുട്ടി വൈകക്കുട്ടി. വെൽക്കം വൈക നികേഷ് ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ തുടി തുടിക്കണ നെഞ്ചിൽ പിന്നെ പോലത്തെ തന്നെ മാലയൊക്കെ അടിപൊളി. എല്ലാവരും ക്രിസ്മസ് ട്രീ ആയി. ആ അതെ, പച്ച. ഹായ് നർഗീസ്. ഹായ്. എങ്ങനെയുണ്ട് നർഗീസ്? ഓ എന്താ നീ പോക്കള് കേട്ടെ? സുഖാണോ? വർഗീസ് എന്ന് കേട്ടില്ല. ഞാൻ വിചാരിച്ചു എന്താണിത് പെട്ടെന്നൊരു ബന്ധമില്ലാണ്ട്. അല്ല, അവൾക്കറിയാം. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ക്രിസ്മസിന്? അമ്മയുടെ അടുത്ത് പോവും. ഓ ആ, അത് വളരെ സ്പെഷ്യൽ ആണ്. അപ്പോ ഇന്ന് ഏത് പാട്ടാ? ഇന്ന് ഞാൻ ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. അപ്പൊ കേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് ഓൾ ദ യു. ബെസ്റ്റ്.
വൈകക്കുട്ടി ഓ പാട്ടൊക്കെ പാടി കഴിഞ്ഞു, നല്ലൊരു പാട്ട്. ഇന്ന് നമുക്കൊരു പുതിയ ജഡ്ജുണ്ട്. ആ ജഡ്ജ് മോള് പാടിയതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. ഓക്കെ, വൈഗയുടെ പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന, ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ജഡ്ജാണ്. നോക്കാം മാഡം. അതാരത്? അമ്മ അമ്മയാണോ? അമ്മയല്ലത്. അമ്മയല്ലേ നമ്മുടെ പുതിയ ജഡ്ജ്, അറിയോ? അമ്മയെ പോലൊരാളാ. തൊട്ട് നോക്കണോന്ന്? തൊട്ട് നോക്കണോ? ആ വേണം. നോക്കി. ഓടിക്കോ ഓടിക്കോ. അതെ, ഓടിയോ? അനുചേച്ചി വായോ. ആരാന്നറിയാത്? അനുചേച്ചിയുടെ കുഞ്ഞുവാവ. ഇത് ജോഗാണേ. ഹായ് ജോഗ്. ഇതാരാത്? കനവിതളായി നീവാ നിധിയേ മടിയിൽ പുതുമലരായി വാവാ. വളരെ നോട്ടിയാണോ ജോഗ്? കുറച്ച് കുറച്ച് നോട്ടി. എന്ത് ചെയ്യും വീട്ടില്? പേപ്പർ വായിലിടും. ഇത് വേണോ? ഓക്കെ. ഹലോ മാഡത്തിന് ഹാർട്ടി വെൽക്കം ഫ്രം ടോപ്പ് സിംഗർ സീസൺ 2. ഈ ഒരു നിമിഷത്തിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നടക്കുന്നു വിചാരിച്ച ഒരു നിമിഷമല്ല ഇത്. എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരു അവസരം നൽകിയ ഫ്ലവേഴ്സിൻ്റെ സിന്ധു മാമിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ആഗ്രഹിച്ചൊരു നിമിഷമാണ് മോളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ എന്ന് അവരുടെ കൂടെ ഒരു പ്രാർത്ഥനയാണ്. ഞാനത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് സാധിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷം. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. മോളുടെ പാട്ട് ഇത്രയും നാള് ഷാർജയിൽ ഇരുന്നായിരുന്നില്ലേ കണ്ടുകൊണ്ടിരുന്നത്? അതെ. അപ്പം കണ്ടിട്ട് ടി വിയിൽ കാണുമ്പം എന്താണ് അമ്മയ്ക്ക് അവിടെ ഇരുന്ന് തോന്നിയിരുന്നത്? സർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പാടുന്നത് എനിക്ക് ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് അവളെ മിസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, അത്രയും സമയം അവളെ നോക്കിക്കൊണ്ടിരിക്കും. അവൾ പാടിയതിലുള്ള മിസ്റ്റേക്കുകളോ അവളെങ്ങനെ പാടി എന്നുള്ളതോ സത്യം പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കാറില്ല ആ സമയത്ത്. ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. പാട്ട് ടീച്ചറാന്ന് തോന്നുന്നു അല്ലേ? അതെ. വൈഗമോൾ ഇവിടെ വന്ന് ആദ്യമൊക്കെ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് നല്ല ഉഗ്രൻ ഫ്ലോയിൽ വീണ് ഇവിടെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ് വൈഗമോൾ. താങ്ക് യു സർ. വൈകക്കുട്ടി, ഓ മോളിന്ന് നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ, അതായത് ആതിര പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീയൊന്ന് തൊട്ടപ്പോൾ അത് ട്യൂണൊന്ന് മാറിപ്പോയെന്ന് തോന്നുന്നല്ലേ പാടിക്കൊണ്ട് വന്നപ്പോഴേ. ഒന്ന് പാടിക്കുന്നത്. ആതിര പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീ ഒന്നു തൊട്ടപ്പോൾ പെയ്തുപോയി. ആ, അത് തന്നെ. സ്നേഹസ്വരങ്ങൾ പൂമഴയായി എന്നുള്ളതിന്റെ സംഗതി എങ്ങനെയായിരുന്നു? എൻ സ്നേഹസ്വരങ്ങൾ പൂമഴയായി. അത് തന്നെ, അങ്ങനെ വരും. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്, ഈ ക്ലാസിക്കലിൻ്റെ ഈ ടച്ചസ്. ഇപ്പം മോള് പാടുമ്പോൾ നോക്കിയാണേ, ആ കുങ്കുമം ചാർത്തിയ മോള് പാടിക്കും. കുങ്കുമം ചാർത്തിയ കണ്ട, അവിടെയാണ് ഫാസ്റ്റ് പോകുന്നത്. കുങ്കുമം ചാർത്തിയ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി സർ. അതുപോലെ കാനന ശ്രീയായി അങ്ങനെ പോവാതെ കാനന ശ്രീയായി, വളരെ ലൈറ്റ് ടച്ചസ്, അതിൻ്റെ ലൈറ്റ് ടച്ചസ് കൊണ്ട് നമ്മൾ, അതായത് ആദ്യം വന്നപ്പോൾ ഒരുപാട് ടച്ചസ് അങ്ങനെ വന്നു. അത് ഞങ്ങൾ പറഞ്ഞു തിരുത്തി കൊണ്ടുവന്ന് ഇപ്പം വളരെ ഗംഭീരമായിട്ട് മാറി വരുന്നുണ്ട്. എങ്കിലും അറിയാതെ ഇടയ്ക്ക് അത് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കൊച്ചിലെ നിങ്ങൾ ക്ലാസിക്കൽ പഠിപ്പിച്ചപ്പോൾ, അവള് ക്ലാസിക്കൽ പഠിക്കാൻ ഇരുന്നിട്ടില്ല ഇതുവരെ. സരളി വരിശകൾ മാത്രമേ അവൾക്ക് അറിയുള്ളൂ. പക്ഷെ
സാറ് പറഞ്ഞതുപോലെ അതാണ് അവൾ എപ്പോഴും കേൾക്കുന്നത്. ആ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട് സാർ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മോക്കൊന്ന് ഓക്കേ, പോളിഷ് ഓക്കേ. ചെയ്ത് വിടണം. ശരിക്കും ഞാനല്ല സാർ, അവളുടെ ട്രെയിൻ ചെയ്യിക്കുന്നൊക്കെ അവളുടെ അച്ഛനാണ്. ഇന്നലെ അച്ഛൻ്റെ അടുത്ത് കാരണം അവൾ എൻ്റെ അടുത്ത് ഇരിക്കാറില്ല പാട്ട് പഠിക്കാനൊന്നും ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല. ഇനിയിപ്പോ റെഡി ആയി കൊടുത്താൽ മതി. ഓക്കെ സാർ. ഓക്കെ. മീനുട്ടിക്ക് മതിയായ മീനുട്ടി? ആ ഇല്ല, അവൻ ഇറങ്ങി പോണെന്ന് അല്ലേ, മുഖത്ത് കടിച്ചെന്ന് തോന്നുന്നു. കടിച്ചൊന്നുമില്ല, ഞങ്ങൾ കളച്ചതാണ്. അതെ സാർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടിയുണ്ട്. എന്റെ ക്ലാസ്മേറ്റ് ആണ് സുശാന്ത്. സുശാന്തിനൊരു നമസ്കാരം. ഞങ്ങള് കോഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് നേരിട്ട് സുശാന്തിനെ. ശരി, അതൊരു സർപ്രൈസ് ആയല്ലോ. ഏത് ബാച്ചിലായിരുന്നു സുശാന്ത് ഒരുമിച്ച്? പാലക്കാട് ചെമ്പയിൽ ഗാനഭൂഷണം ഒരുമിച്ചായിരുന്നു. അത് ശരി. സുശാന്തിന് അറിയായിരുന്നോ ഇത് വൈഗയുടെ അമ്മയാണ്? അപ്പൊ ഇന്ന് ഇവിടെ വരുന്ന സുശാന്തിന് അറിയായിരുന്നോ? അതായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് ഇല്ല സാർ, അറിയില്ല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സർപ്രൈസും ഷോക്കും എല്ലാം ഒരുമിച്ചായിരുന്നു. മോളുടെ പാട്ടില് MG അങ്കിൾ പറഞ്ഞൊരു പോയിന്റാണ് ഞങ്ങൾ എല്ലാവർക്കും തോന്നിയത്. ചില സ്ഥലത്ത് ക്ലാസിക്കൽ ടച്ച് കൂടുതൽ വന്നുപോയി. ഏറ്റവും വലിയ അത്ഭുതം, മോള് ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പഠിക്കാത്തൊരു കുട്ടി ഈ രാഗത്തിന്റെ ഭാവം, പല കുട്ടികളുടെ അടുത്തും ഇവിടെ നമ്മുടെ രാഗഭാവം വരണം എന്നാണ് പറയുന്നത്. മോളുടെ അടുത്ത് മോളെ രാഗഭാവം കുറയ്ക്കൂ എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്. അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഹെറിഡിറ്ററി ആയിട്ട് അതിന് കേട്ടിട്ട് കിട്ടിയ ഒരു ടാലൻ്റാണ്. മോൾ ആദ്യം പാടി ശീലിച്ചിരുന്നത് മോളുടെ ഒരു റേഞ്ച് ഉണ്ട്, ബേസ് റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഹൈ പാടുന്ന സമയത്ത് എപ്പോഴും ഫാൾസ് വോയിസ് ആയിരുന്നു കൂടുതലും വന്നിരുന്നത്. അതൊന്നും ഇപ്പോൾ കറക്റ്റ് ചെയ്ത് മോൾക്ക് പറ്റിയ പിച്ചിലുള്ള പാട്ടുകളിലൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെതായ വ്യത്യാസം മോളുടെ പാട്ടിൽ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും അമ്മയും അച്ഛനും എല്ലാം ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് പോകുന്ന മോള് ഇനി ഡബിൾ പവർഫുൾ ആയിട്ട് വരുന്നു നമുക്കറിയാം, ഇല്ലേ? എന്തായാലും നമുക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ക്ലാസിക് സോങ് ആണ്. അത് തന്നെ മോൾ ഇന്ന് ഇവിടെ എടുത്തു കൊണ്ടുവന്നു. ഡീസൻ്റ് ആയിട്ട് തന്നെ പാടി. വെരി ഗുഡ്. താങ്ക് യു സർ. വൈകക്കുട്ടി വളരെ നന്നായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. നല്ല സെലക്ഷനാണ്. ഇതിപ്പോൾ ദാസേട്ടനും പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട് ഈ പാട്ട്, അല്ലേ? ഇന്നിപ്പോൾ പാടിയതിൽ പല ഭാഗങ്ങളും നന്നായിരുന്നു. നല്ല രസമുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു മോള് പാടിയതിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ശ്രീകുട്ടനങ്ങളും ദീപങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് കർണാട്ടിക് സ്റ്റൈൽ കൂടുതൽ ഇന്ന് വന്നു. അത് കുറഞ്ഞു വന്നതായിരുന്നു. ഇന്നിപ്പോൾ ഈ പാട്ടിൽ വീണ്ടും ഒന്ന് ചെറുതായിട്ടും തല പൊക്കിയിട്ടുണ്ട്. അമ്മയുടെ പേരെന്താ? ഷൈമ. മോളിപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോഴൊക്കെ ഫോക്ക് സോങ് പാടിയാലും അതിൽ കുറേ ക്ലാസിക്കൽ ടച്ചും വോയിസ് ഹൈ പിച്ചിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഫോൾസ് വോയിസിലേക്ക് പോകുമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മോൾക്ക്. ഇപ്പോൾ താങ്ക് യു സർ. ടൈമിങ് കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ, ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കൂ. എന്നാലേ ഒരു പൂർണ്ണത വരുള്ളൂ. ഈ കർണാട്ടിക്കിൻ്റെ കൂടുതൽ ചായവ് വരരുത്. രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം, ട്രെയിൻ ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ വൈകുട്ടി, ഓൾ ദ ബെസ്റ്റ്. വൈകമോളുടെ ഗ്രേഡ് പറയുന്നതിന് തൊട്ട് മുമ്പേ ഇനിയിപ്പോൾ എന്തായാലും മധു അങ്കിളും MG അങ്കിളും എല്ലാവരും പറഞ്ഞു അമ്മയായിരിക്കും ഇനി വൈകിയനെ കുറച്ച് നാൾ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അച്ഛൻ ഇനി അടിച്ച് പൊളിക്കാൻ പോവാണ് കുറച്ച് ദിവസം, അല്ലേ? അപ്പോൾ അച്ഛൻ ഓൾ ദ ബെസ്റ്റ്. കുറച്ച് ദിവസം ഇനി അടിച്ച് പൊളിക്കും. അതിനു മുമ്പേ എന്തായാലും ഒരു പാട്ട് ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നാൽ പാട്ട് പാടാതെ നമ്മൾ വിടില്ല എന്ന് അറിയാലോ. അല്ലാത്തവരെയും കൂടെ നമ്മൾ വിട്ടിട്ടില്ല ഇവിടെ. അപ്പം വൈകക്കുട്ടിയുടെ അമ്മക്കുട്ടി ഏത് പാട്ടാണ് പാടുന്നത്? സ്വപ്നങ്ങൾ ആ സോങ് ഞാൻ പാടാം സാർ. അപ്പൊ പണ്ട് കോളേജിൽ വായിക്കുമ്പോൾ സുശാന്ത് വായിച്ചതുപോലെ തന്നെ ഇന്നും സുശാന്ത് തന്നെ വായിക്കുന്നു? ഇല്ല സാർ, ഞാൻ ഒരിക്കലും സ്റ്റേജിൽ സുശാന്ത് എനിക്ക് വായിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വലിയ പെർഫോമർ ഒന്നും ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് ആ കോളേജിൽ മിസ്സായ ഒരു ചാൻസ് ഇവിടെ ആ ക്ലാസ്മേറ്റിന്റെ കൂടെ പൊളിക്കും. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. കൊള്ളാലോ. സൂപ്പർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മളിവിടെ മിസ്സായി പോയൊരു കാര്യമുണ്ട്. ഇവിടുത്തെ സീറ്റിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതെ. അപ്പൊ കൂടുതൽ പറയാനൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ കുട്ടി നർഗീസ്. അയ്യോ, അതാണ് സൂപ്പർ. ഇതാണ് ക്രിസ്മസ്. അവർ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ക്ലാസിക്കൽ ടച്ച് വരാറുണ്ട്. പക്ഷെ എനിക്ക് അതിലൊരു പുതുമയും ഒരു തനിമയും എനിക്ക് എപ്പോഴും തോന്നും. പക്ഷെ നമ്മൾ കോമ്പറ്റീഷന് പാടുമ്പോൾ അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കണം.
അപ്പോൾ അത് കുറച്ചൊന്ന് പഠിപ്പിച്ച് തരണേ രണ്ടുപേരും. അവള് വലുതായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഭാവിയുണ്ട്. ഷീൽ ബി എ വെരി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. യാ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആയോ? അപ്പൊ വൈഗമോൾ, എന്താണ് വൈഗമോളുടെ ഒരു പ്രതീക്ഷ? ട്രിപ്പിൾ വാവ്. പെർഫെക്റ്റ്. മോൾക്ക് തരുന്നു ആടിയൊരു ഷൈമപ്പൂക്കുറ്റി. Congratulations, you are awarded a triple wow. Wow. Thank you so much. Wow. And wow. വഴിയിന്മേലെ രാപ്പാടിയിൽ ഞങ്ങൾക്കായി മേലാപ്പു തീർക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മുടെ വൈഗക്കുട്ടീൻ്റെ അമ്മയൊക്കെ വന്നു, ഒത്തിരി സന്തോഷമായി. അനിയും കൂട്ടം വന്നു, ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം നമ്മുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വൈഗക്കുട്ടിയുടെ QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. പാട്ടിന്റെ ഓമനക്കൂട്ടിലെ കുരുന്നുനാദം. കൊല്ലത്ത് നിന്നും ദിയക്കുട്ടി. വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ആരാ വന്നേക്കണേ? രാധ. രാധയാണോ? രാധ. കൃഷ്ണൻ വന്നിട്ടുണ്ടോ കൂടെ? ഇല്ല. കൃഷ്ണൻ വരുവോ? ചിലപ്പോ വരുമായിരിക്കും. ആണോ? ഇവിടെ ഉണ്ടല്ലോ ഒരു ബാലകൃഷ്ണൻ. ഇത്രയും മുടിയൊക്കെ വളർന്നല്ലോ. അത് ഒരാഴ്ച ഉണ്ട്. തേച്ച് കുളിപ്പിച്ചു. മോളെ, ആ എണ്ണയുടെ പേരെന്ന് പറയൂ. അയ്യോ, അതിന്റെ പേര് മറന്നുപോയി. കടുകെണ്ണയാണോ? ആ, ഏത് പാട്ടാ മോള്? അമ്പാടി തന്നിലൊരുണ്ണി. നൈസ് സോങ്. അതുകൊണ്ടാണോ ഈ വേഷം? ഭംഗി കേട്ടോ, സൂപ്പർ നല്ല ഭംഗി. നല്ല ഉടുപ്പ്. താങ്ക് യു. കഴിച്ചോ? എല്ലാം കഴിച്ചോ? രാവിലെ കഴിച്ചോളൂ, ഉച്ചക്ക് കഴിച്ചില്ല. എന്ത് കഴിച്ചു? അപ്പം. അപ്പം. പത്തപ്പം അല്ലേ? ഇല്ല, 2 കൂടെ എന്ത് കഴിച്ചു? കടലക്കറി. അപ്പൊ ഇന്ന് കലക്കും. അതെ, അതിന്റെ കാരണം എനർജി എന്താണ് ഉണ്ടാവും. അപ്പവും കടലക്കറി. എങ്ങനെ പാടുമെന്നറിയോ? ഇതാ കേട്ടു നോക്കൂ. അതാണ്. All the best. താങ്ക് യു.
ദിയക്കുട്ടി എന്തോ ഓ കലക്കി കേട്ടാ തിമിർത്ത് അടിച്ച് പൊളിച്ചടുക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? മോള് ശബ്ദം തുറന്ന് പാടുന്നുണ്ട്. പല്ലവിയുടെ സംഗതിയൊക്കെ നന്നായിരുന്നു. പിന്നെ അനുപല്ലിയിൽ ഒരു സംഭവം, പിന്നെ ആ പ്രായം നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാര്യം എന്താ പറയാ, ആ ഒരു സംഗതി ഉണ്ട്, മുള മുരളി, അതൊന്ന് പാടിക്കേ. ഉണ്ണിക്ക് തിരുമാറിൽ വനമാല വനമാല. കറക്റ്റ്. അത് ശരി. ആ. അടുത്ത ഉണ്ണിക്ക് തൃക്കൈയിൽ ഉണ്ണിക്ക് തൃക്കൈയിൽ മുളമുരളി. അടുത്തത് ആ. ഉണ്ണിക്ക് തിരുമാറിൽ വനമാല വനമാല. സബാഷ്, സബാഷ്. അത് തന്നെ. അടുത്തത് തൃക്കൈയിൽ മുളമുരളി. ആ, അത്. അരയിൽ കസവുള്ള പീതാംബരം. പാടിക്കോ. ഗുഡ്. Correct ആണ്. പീതാംബരം ആഹാ. അരമണി കിങ്ങിണി അരഞ്ഞാണം. ഉണ്ണീവാ, ഉണ്ണാൻവാ, നനമുണ്ണീവാ. ഹായ് ഹായ് ഹായ്. മോൾ ഇതുവരെ പാടിയതിൽ നല്ല ഒരു സെലക്ഷനും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ കിടിലമായതിന്. അതിന്റെ ഒരു തൊട്ട് താഴെ നിൽക്കുകയാണ്. ഈ സംഗതികളൊക്കെ ഇപ്പൊ പാടിയ പോലെ വന്നിരുന്നെങ്കിൽ ഉമ്മയുടെ അടുത്ത് പറയണം, ഇതുപോലെ അങ്കിള് പറഞ്ഞു തന്ന പോലെ ഇങ്ങനെ പഠിപ്പിച്ചു തരാത്ത എന്താന്ന് ചോദിച്ചിട്ട് വഴക്ക് പറയണം കേട്ടോ. വഴക്ക് പറയുന്നത് എങ്ങില്ല, ഉമ്മച്ചി അതിന്റെ രീതി പഠിപ്പിച്ചു തരുന്നുണ്ട്. വനമാല എന്തുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാതിരുന്നെന്ന് ചോദിക്കണം. ആ വനമാ അതെന്തുകൊണ്ട് ഇനി കറക്റ്റായിട്ട് പറഞ്ഞു തന്നില്ല എന്ന് ചോദിക്കണം. ഉമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അപ്പം ഗ്രൂമേഴ്സിന്റെ അടുത്ത് ചോദിക്കണം. എന്തായാലും വേറൊരു കാര്യം, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ വോയിസ് തുറന്നു. പിന്നെ ഈ പ്രായത്തിൽ ഇത്രയും പാടിയതിന് എനിക്ക് ഒരുപാട് ഐ ലവ് യു എ ലോട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്നെ തിരിച്ചും പറയാം ഐ ലവ് യു എന്ന്. ഐ ലവ് യു ടു. അയ്യോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. രാധക്കുട്ടി, എന്തോ ഉണ്ണീനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഇതില്. പക്ഷെ എന്റെ വൈഡൂര്യം ആരെന്ന് അറിയാവോ? ആരാ? ഞാൻ. അത് തന്നെ. ദിയാക്കുട്ടി തന്നെ എന്റെ വൈഡൂര്യാണ് കേട്ടോ. ബിക്കോസ് ഈ പാട്ടല്ലേ, ഈ പ്രായത്തില് ഇത് മനസ്സിലാക്കാൻ കുറച്ചൊന്ന് കേദാരം, നീലാംബരി ഇങ്ങനത്തെ രാഗത്തിന്റെ ഛായ കൊണ്ട് ഫ്രേസസ് ഉണ്ട് ഈ പാട്ടില്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇഴുത്ത് പാടിയല്ലേ. ഇപ്പൊ പാടി കേൾപ്പിച്ചപ്പോ പെർഫെക്റ്റ് ആയിട്ട് പാടിയല്ലേ. മിടുമിടുക്കിയാണ് കേട്ടോ. പിന്നെ ഈ പ്രായത്തില് പിന്നെ ഇങ്ങനെ കേദാരം അത് വളരെ ഡിഫിക്കൾട്ടാണ് കേട്ടാൻ. പക്ഷെ ഇങ്ങനെ ഒരു താരാട്ട് പോലല്ലേ ഈ പാട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് മാത്രമല്ല ഒരുപാട് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു താരാട്ടെങ്കില് ഈ ചാഞ്ചക്കം നീലാംബരി രാഗത്തില് ആര് പാടിയത്? ശ്രീയേട്ടൻ പാടിയത്. ദിയാക്കുട്ടിക്ക് വേണ്ടി ഒരു 2 ലൈൻ പാടിത്തരാവോ? കിലുക്കിൽ ബമ്പരം. എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? എനിക്ക് അങ്ങനൊന്നും ഇല്ല. എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. ഒരു വലിയ ഉമ്മയൊന്നും വേണ്ട എനിക്ക്. ഒരു 500 രൂപ കിട്ടണം. മിനിമം 500 രൂപയോ? അത് വാപ്പി കൊടുത്തുപണി ചെയ്തു തരും. അല്ല, എനിക്ക് കൊടുത്ത് അയച്ചാ മതി. ആ ബാങ്കിൽ കൊടുത്താ മതി. അത് വളയില്. എനിക്കും അതൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞത് ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇനി വാങ്ങിച്ചോണ്ട് വന്നാ മതി. ഓക്കെ, ഈ ഗോൾഡൻ വള പണയം വെച്ച് കാശ് മേടിക്കാം. ഇതിന്റെ കുഞ്ഞു തലയുടെ അകത്ത് ഇതൊക്കെ ഉണ്ടോ? അതെ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ. ചാഞ്ചകം ചാഞ്ചകം പനിനീർ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ മയങ്ങുവാവൂ. ചാഞ്ചകം ചാഞ്ചകം
ചാഞ്ചകം ചാഞ്ചകം. ആഹാ. അടിപൊളി ചേട്ടാ. രാധക്കുട്ടി, എന്തോ രാധേ, എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല സോങ് സെലക്ഷൻ. കൊച്ചുകുട്ടികൾ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. അത് മോള് പാടിയപ്പോഴും ഒന്ന് തോന്നി. ഇന്ന് നന്നായിട്ട് പാടി. ആ വോയിസിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒറിജിനൽ വോയിസിലാണ് ഭൂരിഭാഗം പാടുന്നത്. പിന്നെ അറിയാതെ വല്ലപ്പോഴും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൾസ് വോയിസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. എന്നാലും നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് പ്രത്യേക കയ്യടി. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോൾ ഇപ്പോൾ പാടുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട്. ആദ്യം എത്ര പറഞ്ഞാലും ദിയക്കുട്ടിക്ക് ചേഞ്ച് കാണാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ദിയക്കുട്ടി വരുന്ന സമയത്ത് പാട്ടൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു. കള്ളത്തൊണ്ട വളരെ മാറ്റാൻ പഠിച്ചു. ഇപ്പം മോൾ ഇന്നത്തെ പാട്ട് പാടിയപ്പം അങ്കിളിന് മനസ്സിലായി മോളുടെ തൊണ്ട നന്നായിട്ട് അനങ്ങുന്ന തൊണ്ടയാണ്. ഇത് മോള് പേടിച്ച് ഇങ്ങനെ കള്ളത്തൊണ്ടയിലൊക്കെ പാടി നിൽക്കുന്ന സമയത്താണ് ഇത്രയും നാൾ നമുക്കത് അറിയാതിരുന്നത്. ഇപ്പോൾ മോള് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ കുറച്ചായിട്ട് നീങ്ങി തുടങ്ങി. അതിന് ഏറ്റവും വലിയൊരു കയ്യടി നമ്മളെല്ലാവരും മോൾക്ക് തരുന്നു. താങ്ക് യു. ഇനി ഇത് മറക്കരുത് കേട്ടോ. ഇപ്പം മോള് നല്ല ഫ്ലോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല രസമായിട്ട്, അതായത് ഇതൊരു വെറും കുട്ടികളുടെ പാട്ട് ഇതുപോലത്തെ ഒരു പാട്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ടൈപ്പ് ഒരു പാട്ടല്ല. ഇതിൽ അത്യാവശ്യം നല്ല പാടാനുള്ള സംഗതികൾ ഇതിനകത്തുണ്ട്. അത് മോള് ഡീസൻ്റ് ആയിട്ട് തന്നെ മോളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും വളരെ നന്നായിട്ടാണ് മോൾ ഇത് പാടിയത്. ഓക്കെ, ഫാന്റാസ്റ്റിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോൾക്ക് ഇതുവരെ ഇവിടെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗ്രേഡ് ഏതാ കിട്ടിയത്? എക്സ്ട്രീം. എക്സ്ട്രീം. ഏത് പാട്ടിന്? കൊല്ലം കോട്ട്. ഓക്കെ, അതിന് കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ അതെ, ഇപ്പൊ വെറും എക്സ്ട്രീമിലാണ് കളിക്കുന്നത്. വീണ്ടും മോൾക്കൊരു എക്സ്ട്രീം. താങ്ക് യു. ഒരു ബ്ലൂബെറി പൂക്കുറ്റി പോരട്ടെ. താങ്ക് യു. Congratulations, you are awarded താങ്ക് യു. അപ്പോൾ നമ്മുടെ ദിയക്കുട്ടി പാട്ടൊക്കെ പാടി കഴിഞ്ഞു. ഇനി വോട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും വേഗം തന്നെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ദിയക്കുട്ടിയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മോള് പറഞ്ഞില്ലേ ബ്ലൂബെറി ഐസ്ക്രീം, അത് ഉടനെ കിട്ടും കേട്ടോ. ഓക്കെ, ഓക്കെ അങ്കിള് തരാം. ഓക്കെ, അതിശയിച്ച് നിൽക്കുക. അനു ചേച്ചി കൊടുക്കും ഇച്ചിരി. ഞങ്ങൾ ഷെയർ ചെയ്യാം. ചെറിയ കപ്പിനകത്ത്. ചെറിയ കപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കപ്പ് കേട്ടല്ലോ. അതങ്ങനല്ല, അവളിങ്ങനെ ഇതെല്ലാം അതെല്ലാം ഇങ്ങനെ നക്കി എല്ലാം കഴിച്ചിട്ട് ഒരു തോണ്ടെടുത്തിട്ട് അവള് സ്ത്രീയേട്ടനല്ല. ഇത്രയും. ആ, താങ്ക് യു ഡാർലിംഗ്. ഇത്രയുള്ള താങ്ക് യു. ചെറിയ കപ്പോ? ലവ് യു. താങ്ക് യു. എന്നാ ടാറ്റാ. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായി ഇതാ ഒരു സുവർണ അവസരം. നിങ്ങളുടെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് സ്വന്തമാക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ പറയാം. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.mygi.in വമ്പിച്ച വിലക്കുറവും ഡിസ്കൗണ്ട് ഓഫറുകളുമായി ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. www.mygi.in ലോഗിൻ ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ ഗാഡ്ജറ്റുകൾ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കുവാൻ മൈജിയുടെ എക്സ്പ്രസ് ഹോം ഡെലിവറി സൗകര്യവും സർവീസ് സപ്പോർട്ടും www.mygi.in ലഭ്യമാണ്. ഇനി ക്രിസ്മസും ന്യൂ ഇയറും മൈജിയോടൊപ്പം. മൈജി, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. ദീപുങ്കളെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ചന്ദ്രകാന്തം കൊണ്ടു നാലു കെട്ട് അതി ചന്ദനപ്പടിയുള്ള പൊന്നു മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയ അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണന ഉണ്ണി പൂലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു അധികം സംശയമൊന്നുമില്ല, ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. ഇവിടെയാണെങ്കിലും പൊന്നേ. ശ്രീനന്ദിന് GRP നൽകുന്ന ഒരു സമ്മാനം.
സ്വരം നമ്മുടെ ഓഡിയൻസിനെല്ലാം വേണ്ടിയിട്ടൊരു അടിപൊളി പാട്ട് പാടിത്തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാവരും ഇപ്പോൾ എക്സാംസിൻ്റെയൊക്കെ ഒരു ടെൻഷനിലായിരിക്കും അല്ലേ? കാരണം 10th +1 +2 കുട്ടികളുടെയൊക്കെ ബോർഡ് എക്സാംസ് ഒക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരുടെയും കയ്യിൽ 90+ മൈ ട്യൂഷൻ ആപ്പ് ഇല്ലേ? അപ്പോൾ അതിൽ കയറുക, നിങ്ങളുടെ റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം 90+ മൈ ട്യൂഷൻ ആപ്പിൽ നിങ്ങൾക്ക് ഹോം ടെസ്റ്റും പ്രാക്ടീസ് ക്വസ്റ്റനും അവർ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അതിൽ കയറി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും അതിൽ കയറി നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒട്ടും സമയം കളയേണ്ട, റിവിഷൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഇതുപോലെ അടിപൊളി ആഘോഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.